വീഡിയോ എടുക്കുമ്പോൾ കൈ വറുക്കരുതെന്ന് പലരും കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്. കൈ വറുക്കാതെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അജയരെ നമ്മളെ എന്താ കുഞ്ഞാരാജിൻ്റെ മകൻ നമ്മളെ ഹുസൈനിക്കുണ്ടല്ലോ, ഓൻ്റെ പറമ്പിലെ ഇവിടെ എന്താണ് ആ പറമ്പൊന്ന് പൂട്ടണമെന്ന് പറഞ്ഞിന്. നിങ്ങളെ ആളെന്ന് പറഞ്ഞേക്കാൻ പറ്റുമോ? ഞാൻ ഒന്ന് ഫോൺ ചെയ്യാം, ഫോൺ ചെയ്ത് നോട്ടെ. പക്ഷെ മൂപ്പരായിട്ട് ഫോണില്ല, പഴയ ആളല്ല. ശരി, എന്താ നിങ്ങളിപ്പോ പണികള അല്ല ആചാര്യ, എന്താ ഇപ്പൊ നിങ്ങളെ പറമ്പിലൊക്കെ പോയി കാട്ടണേ? പറമ്പില് പണി നമുക്ക് ഇത് ഗാർഡനാണ്. നമ്മുടെ തള്ളമാര് നമ്മുടെ അമ്മയുടെ പ്രായത്തിന് മേലുള്ളവരാണ് അവരൊക്കെ. ഇവരെ എക്സസൈസ് കൊണ്ടാണ് ഇവര് നിലനിൽക്കുന്നത്. അത് ശരി, ഇത് കണ്ട 80-90 വയസ്സുള്ള ആൾക്കാരുണ്ട്. ബോംബെയിലെ സ്ത്രീകൾ എന്ന് വെച്ചാൽ അവർക്ക് എക്സസൈസ് രാവിലെ. ഇത് ഗാർഡനാണ്. അത് ഗാർഡൻ അല്ല ആചാര്യ, ഇത് നിങ്ങളെ പറമ്പ? ഇത് നമ്മുടെ ഇത് ഞാൻ പാട്ടത്തിന് എടുത്തതാണ്. അല്ല പാട്ടത്തില്ല, ഇത് നിങ്ങളെ പറമ്പാന്ന്. നിങ്ങളെ മുഖം കണ്ടിട്ട് കാണാണ്ട്. അത് ശരി. അപ്പൊ ആചാര്യ ഇതിന് ഈ കണ്ടമാനം പൈസ മുടക്കിയിട്ടുണ്ടാവില്ല ഈ പറമ്പ് ഇങ്ങനെ പൂന്തോട്ടാക്കി മാറ്റാണ്? ഇഷ്ടം പോലെ. അതെ, അത് നമുക്ക് ഇവര് കുറെ സൗകര്യം. പക്ഷെ ആചാര്യങ്ങൾ ഒരു കിടക്കിടക്ക് എന്നോട് ചോദിക്കണമല്ലോ, മാനൂർ 100 എടുക്കണ്ടാവോ നാളെ തരാന്ന്. എന്താണ് ആചാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഗൂഗിൾ പേ ചിലപ്പോ എന്താവുമ്പോൾ. ശരി, ഓ ഒരു കാര്യമുണ്ട്, ഇവർക്കുള്ള രക്ഷയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട എന്ത് തള്ളമാരോ. ആചാര്യ, ഞാൻ നിങ്ങളോട് വിടാതെ ചോദിക്കാൻ മോശമാണ്. നിങ്ങൾ ആചാരാണ്, ഈ കാരണം ഇങ്ങോട്ട് പറയാനൊരു മടി. ചോദിക്കണത് തുറന്നു പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? എന്താ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ വല്ലാതെ നോക്കണില്ല? എന്താ കാരണം? ഞാൻ നോക്കല്ല, കാരണം അവർ നോക്കിയാൽ അവര് സ്വർഗത്തിൽ പോവും, നമ്മള് നരകത്തിലും. കാരണം ഓരോ വേഷം കെട്ടുകള് ഉള്ള ആണുങ്ങളെ ഈ തൊപ്പിയും വെച്ചെടുക്കണം. അവര് നോക്കും. പക്ഷെ നിങ്ങളും അങ്ങനെ നോക്കില്ല. അവരെന്ത് ചെയ്യണെന്നാ നമ്മളെ നരകത്തിലേക്ക് വിടയാണ്. അപ്പൊ ഈ ഇതൊക്കെ കാണുമ്പോൾ, ഇവര് നടത്തം കാണുമ്പോൾ നമ്മ ഉള്ളില് പറയും എന്താ. അപ്പൊ ആ കൂലിയൊക്കെ അവർക്കല്ലാണ്, മനസ്സിലാക്കല്ല. നമ്മ നരകത്തിലാണ്, നമ്മൾ കാണരുതെന്ന് പറയണം. പക്ഷെ ഞാൻ ചോദിക്കണമെന്ന് തോന്നരുത് ആചാരം. എന്താ പറയാ, നിങ്ങൾ കയറി പിടിക്കുമ്പോഴേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് മാനെ നോക്കരുതിട്ടാ കണ്ണ് നിരകത്തി കണ്ടിട്ട് നിങ്ങൾ ഈ തല താത്തിട്ടാണ് ഇങ്ങനെ കണ്ണ് പിടിക്കണം. എന്താ അപ്പൊ തല ഒന്ന് പൊന്തിച്ചൂടെ? ഈ പെൺകുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ പെൺകുട്ടികളെ കാണുമ്പോ ഇങ്ങനെ 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 നടക്കണാണ്. മാനിയോ നോക്കരുതിട്ടാ, മാനിയോ അങ്കിൾ. അതെ, നടക്കുമ്പോഴേ അങ്കിൾ ഇങ്ങടെ കാണി ഇത് പൂന്തോട്ടാ. ഇന്ന് ഡേറ്റും വരട്ടെ 2-5 നമ്മളെ എന്താണ് സംസാചാര സ്ഥലത്തെ പൂന്തോട്ട മര്യാദക്കാട് വലിച്ചോണ്ടിരിക്കണം. എന്നുള്ള വർത്തമാനം പറയാതെ നമ്മളെ പണി തീരാറായിക്കണേ. ഇൻഷാല്ലാ ഇവിടെ ഒരു 5-8 തെങ്ങുണ്ടായിരുന്നു. ഒക്കെ അപകടം പിടിച്ച ഇങ്ങോട്ടാ കാണി. ഇതിങ്ങനെ വിടാതെ വീഡിയോ വിടുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടില്ല. എനിക്ക് ഈ എന്നും ഉണ്ടല്ലോ ഈ തെങ്ങേറ്റവും കാര്യങ്ങളും, വേറെ ഒന്നും എനിക്ക് വിടാതില്ലാടാന്ന് ചോദിക്കും. പക്ഷേ എൻ്റെ ജോലി ഇതാണേ. ഓരോരുത്തർക്കും ഓരോ ജോലിയല്ലോ. വാഹനമായിട്ട് ബിസിനസ്സുമായിട്ട് ഭാഗം ചെയ്യണവനും ഓൻ്റെ വണ്ടി എവിടെ കണ്ടാലും വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളും വിടും. ഓരോരുത്തർക്ക് ഓരോ കഴിവോട് ജോലി കൊടുത്തതിന് ഇപ്പം നമുക്കിപ്പോൾ ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ജോലി ഇപ്പോൾ തെങ്ങായിട്ടാണ്. അപ്പം ഞാൻ തെങ്ങറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ പല ഭാഗത്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഒക്കെ വിട്ടും കൊണ്ടിരിക്കുക. അതിനൊന്നിപ്പോൾ ഒരാൾ തെറ്റിദ്ധരിക്കണ്ടാവും. ഇത്ര ജോലിയുടെ ഭാഗമാണ്. ഇൻഷാല്ലാ ഇതാ വേണ്ടിയിട്ടപ്പം നിങ്ങൾ ഈ തെങ്ങ് പോയിക്കണേ. ഇങ്ങനെ പോയിട്ട് അതാ നേരെ അപ്പുറത്തേക്കാ ആ കാർ നിൽക്കണോടത്ത. ഇനി എത്ര സ്ഥിതി കൊല നിറഞ്ഞിക്കണേ ഇവിടെ കാണി കണ്ടിരങ്ങള്. അതിൻ്റെ ഇടയിലിട്ടോ ഒരു ഇളനീന് വീണിട്ട് അറിയാതെ ഓലപ്പട്ടയുടെ മുകളിൽ കൂടെ തെറിച്ചിട്ട് പോയാൽ ഇവിടെ അടിയും കെട്ടും വയറടിച്ചിട്ട് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. എന്തിനാ നിങ്ങളോട് തിരിച്ചടിച്ചിട്ടുമില്ല. എൻ്റെ വാപ്പ കണ്ടിട്ട് അടിക്കരുതെന്ന്. അടി കിട്ടുമ്പോൾ മാപ്പ് കറോ എന്ന് പറയാനാണ് എൻ്റെ അപ്പ പറഞ്ഞിരിക്കണത്. അല്ലെങ്കിൽ അപ്പാടെ കുട്ടിയെ അവർ തിരിച്ചടിച്ചാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. എപ്പാടെ കുട്ടി ആ പണിക്കൊന്നും നിൽക്കരുത്, അടി കിട്ടുന്നത് മേടിച്ചോ, കഴിഞ്ഞിടത്തോളം മാപ്പ് കറോ എന്ന് പറഞ്ഞിട്ട് അവരെ കാലിൻ്റെ ചോട്ടിൽ വീണിട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കണട്ടാന്ന് ഒരു വാപ്പ മകനോട് ഇവിടുന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു പോണ വാക്കാണ്. അതൊരിക്കലും നമ്മൾ തെറ്റിക്കരുത്. മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞിടത്തോളം മാറിക്കണ്ടിട്ട് അവസാനം സമനില തെറ്റുമ്പോഴാണ് ആ മോഹൻലാൽ ഒരു വടിയിട്ടാണ്ട് ഇറങ്ങണത്. അതുപോലെയാണ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ അടിച്ചിട്ടുണ്ട്. ആ സ്ഥലം ഞാൻ അടുത്ത് വീഡിയോ വിട്ടായിരുന്നു, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ പെണ്ണ് അടിച്ച സ്ഥലവും എവിടെ നിന്നാണ് അടി കൊണ്ടതും ഓടാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് തെറ്റു വന്ന് ഇന്നൊന്ന് കാണിക്കലെന്ന്. അപ്പോഴും കിട്ടി ഒന്ന് മോന്തൊക്കെ ഒന്ന്. ഞാൻ പറഞ്ഞു ഇന്നൊന്ന് വിട്ടാളെന്ന്. അപ്പോഴും കിട്ടി 2 കിട്ടി. എന്നിട്ട് ആൾക്കാരൊക്കെ പാടെ കണ്ടപ്പോൾ അവർക്ക് തന്നെ പാവം തോന്നി. അവർ ഓടി വന്നിട്ട് പറഞ്ഞ് ഒഴിവാക്കി. കാരണം ഓടെല്ലാം പറഞ്ഞാൽ ഓളെ കൂടെ കുറേ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. ഇനിയും ടച്ച് വല്ലാം എന്തിനും ഈ വേണ്ടത്തെ പണിക്ക് നിൽക്കുന്നു. അടി കിട്ടിയത് പറയും. അതിൻ്റെ സ്വഭാവമാണ്. അല്ലാതെ നിങ്ങളെ മാതിരി
കിട്ടിയിട്ട് മറ്റവനെ അടിച്ചത് പറയും. എന്നാൽ ഓനക്ക് കിട്ടിയവും പറയില്ല. ഓനക്ക് കിട്ടിയ പറഞ്ഞെന്നുണ്ടെങ്കിൽ വേറെ ഒരുത്തനെ പോയി കാണണം. ഓൻ ആ അടിച്ചവനെ ഓൻ പറയും ഞാനും കൊടുത്തത് 4 അത് പറയില്ല. മോശം നമ്മളെ വില പോകും. നമ്മളെ യൂണിഫോമിൻ്റെ വില വല്ലാതെ പാട്ട് ഉള്ള കാര്യം പറയുമ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഇനി ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. ഞാൻ നാളെ നാട്ടിൽ പോകേണ്ട ആളാണ്. ഇനി ഓലൊക്കെ വലിച്ചു കൊണ്ടുവരണം. അതാണ് ഈ തെങ്ങ് കയറി കഴിഞ്ഞാൽ ഓലേറ്റി പോകണം. അത് എവിടെയൊക്കെ കൊണ്ടുവരണം തരാം, പൈസ ഒക്കെ കൊടുത്തിട്ട് ഒഴിവാക്കണം. ഓക്കെ, പൂന്തോട്ടമാണ് നല്ല നല്ല സ്ഥലത്തൊക്കെ നാട്ടുകൾ ചെയ്തോളി. കുറച്ച് പൈസ ചിലവാക്കി ആ പറമ്പിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചോളി. ഇവിടെയൊക്കെയാണ് ലൈലത്തുൽ ഖദറിൻ്റെ മലക്കുകൾ വന്ന് വൃക്ഷങ്ങൾ സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. മലക്കുകൾ കടന്നു വരുമ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാവിലൊക്കെ അതൊക്കെ ഈ മരത്തിൻ്റെ മുകളിലാണ് വരിക. അപ്പോൾ ഈ വൃക്ഷങ്ങളടക്കം സുജൂദ് ചെയ്യുന്ന പോലെ ഒരാൾ അറിയില്ല. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പടച്ചോണായിട്ട് അടുത്തൊക്കെയാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയ റബ്ബിനെ കാണാൻ പറ്റും. അള്ളാഹിൻ്റെ റസൂലിനെയും കാണാൻ. മരണപ്പെട്ടു പോയ ആത്മാക്കളൊക്കെ നമ്മൾ ഹൃദയത്തേക്ക് കടക്കും. ഞാൻ തമാശല്ല പറഞ്ഞത്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്.